ഓക്ക്ലാൻഡിൽ ഒരു ഫുൾ ഡേ നമുക്ക് സ്പെൻഡ് ചെയ്യാവുന്ന കുറച്ച് സ്പോട്ടുകളാട്ടോ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ എല്ലാം ഒരു സ്ഥലത്ത് തന്നെയാണ് ഈ കാണുന്ന ഞാൻ കാണിക്കാൻ പോകുന്ന സ്ഥലങ്ങളൊക്കെ. ഒറ്റ സ്പോട്ടിലാണ് ഇന്നത്തെ ദിവസം നമ്മൾ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യമേ തന്നെ ഈ കാണുന്നത് ട്രാം സർവീസാണ്, വെസ്റ്റേൺ സ്പ്രിങ് ട്രാം. ഈ വെസ്റ്റേൺ സ്പ്രിങ് ട്രാമിൻ്റെ പ്രത്യേകത ഇത് സൗജന്യമായിട്ട് നമുക്ക് ഒരു ട്രാം യാത്ര തന്നെ നമുക്കിവിടെ നടത്താം. ടോട്ടൽ 4 സ്റ്റോപ്പാണുള്ളത്. അപ്പോൾ ഈ 4 സ്റ്റോപ്പിലോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് തിരിച്ചിവിടെ വരാനും വേണ്ടിയിട്ട് അത് സൗജന്യമാണ് ടോട്ടലി. അപ്പം നമ്മുടെ വൺ വേ ട്രാം ട്രിപ്പ് കഴിഞ്ഞു കേട്ടോ. വൺ വേ ട്രാം ട്രിപ്പ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഏവിയേഷൻ ഹാളിൻ്റെ സ്റ്റോപ്പിലാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. 4 സ്റ്റോപ്പ് കഴിഞ്ഞാൽ ഏവിയേഷൻ ഹാളിൻ്റെ അവസാനത്തെ സ്റ്റോപ്പായി ഈ കാണുന്ന ട്രാമിൻ്റെ. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഏവിയേഷൻ ഹാളിലോട്ട് കയറാം. ഇപ്പോൾ 2ാമത്തെ സ്പോട്ടാണ് ഏവിയേഷൻ ഹാള്. ഇനി അവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ. Okay, this is your map for the other side. This side, that side is World War II in Europe, World War II in the Pacific, Asia. Then you see the frontline fighter bombers in the Air Force, and then you go to the flying boats. Then you go into the what do you call it, helicopter collection, crop duster collection, domestic airline collection, and upstairs in the mezzanine you can see all the other aircraft. Okay. So flying boats, they would have flown into India. Before World War II, 1930s and 40s, flying boats were big. You can see the real thing. Okay. The other side is 7 exhibition halls. Building 1 is computing, 100 years of it. Building 2, 100 years of transport. And then there's steam. Then there's telecommunications. That's the fire engine side. That's all the historic houses. And then all the other different halls. 2ാം ലോക മഹായുദ്ധത്തിനൊക്കെ ഉപയോഗിച്ച യുദ്ധവിമാനങ്ങൾ, അതുപോലെ തന്നെ ഹെലികോപ്റ്ററുകൾ, ചെറിയ ജെറ്റുകൾ, ഇതൊക്കെയാട്ടോ ഈ ഏവിയേഷൻ ഹാളിലുള്ളത്. ഒത്തിരി വിമാനങ്ങളും ഹെലികോപ്റ്ററുകളൊക്കെ നമുക്കിവിടെ കാണാം. പീരങ്കികൾ കാണാം. യുദ്ധവിമാനത്തിൽ നിന്ന് താഴേക്കിടുന്ന ഈ ഇതുണ്ടല്ലോ, റോക്കറ്റുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇവരിവിടെ എക്സിബിഷൻ പോലെ വെച്ചിട്ടുണ്ട് കേട്ടോ.
ഈ ഏവിയേഷൻ ഹാളിൽ വന്നാൽ നമുക്കൊരു ഹെലികോപ്റ്റർ എങ്ങനെ പറത്താമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. നമുക്ക് വേണ്ടിയിട്ട് അവരൊരു ചെറിയൊരു ഹെലികോപ്റ്റർ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. ഇതാണ് ഇതിൻ്റെ ഹാൻഡിൽ. വെൽക്കം ടു ഫോറസ്റ്റ് ഡയറി. മൂന്നാമത്തെ സ്പോട്ടാണ് സയൻസ് ആൻഡ് ടെക്നോളജി സെൻറ്റർ കേട്ടോ. അപ്പോൾ ഈ സ്പോട്ടിൽ വരുമ്പോൾ നമ്മൾ പോകേണ്ട മറ്റൊരു സ്ഥലമാണ്. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉള്ളവർക്ക് അവരെ കാണിച്ചു കൊടുക്കാൻ പഴയ കാലത്തെ കമ്പ്യൂട്ടറുകൾ, അതുപോലെ തന്നെ ഫോൺ, അതുപോലെ കപ്പലിൻ്റെ എൻജിനുകൾ, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ, സയൻസ് ആൻഡ് ടെക്നോളജീനെ പറ്റി പഠിക്കാനും അതിനെപ്പറ്റി കുറച്ചുകൂടി അടുത്തറിയാനും വേണ്ടിയുള്ള ഒരു എക്സിബിഷൻ സെൻ്ററാണ് ഈ കാണുന്ന സ്ഥലം. ഇവിടെ തന്നെ ഉള്ളതിൽ 4ാമത്തെ സ്പോട്ടാട്ടോ ഈ കാണുന്നത്. ഇത് വെസ്റ്റേൺ സ്പ്രിങ്സ് ലേക്ക് സൈഡ് എന്നാണ് ഇതിൻ്റെ പേര്. ഇവിടെ നമുക്ക് ഒത്തിരി കാഴ്ചകൾ, ഇതൊരു പാർക്കും കൂടിയാണ്. നമുക്ക് നടക്കാനും ഒത്തിരി കിളികളും താറാവും വാത്തയും മീനുകളും ഒക്കെയുള്ള ചെറിയ ചെറിയ തടാകങ്ങളൊക്കെയുള്ള ഒരു കിടിലൻ സ്പോട്ടാണത്. അപ്പോൾ 4ാമത്തെ സ്ഥലമാണിത്. ഇവിടെ വരുമ്പോൾ നമുക്കൊരു ഫുൾ ഡേ നമുക്ക് സ്പെൻഡ് ചെയ്യാവുന്ന കാര്യങ്ങളിൽ 4ാമത്തെ ഒരു കാര്യമാണ് ഈ കാണുന്ന ലേക്ക് സൈഡ് വെസ്റ്റേൺ സ്പ്രിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ വരുമ്പോൾ നിങ്ങൾ ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യണം. ഒറ്റ ദിവസം നമുക്ക് ഈ കാര്യങ്ങളെല്ലാം എക്സ്പ്ലോർ ചെയ്ത് എൻജോയ് ചെയ്ത് നമുക്ക് തിരിച്ചു പോകാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ്. ഒന്ന് ട്രൈ ചെയ്യടാ, പിടിക്കിച്ചല്ലേ. അത് വാത്ത. ഓ അതിനെ ചിലപ്പോ അത് കൊത്താൻ വരും, പുറകെ വരും. താറാവൊക്കെ പറക്കാന്ന് പറഞ്ഞ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തോട്ടുപറമ്പത്തുനിന്ന് ചിലപ്പോ തോട്ടുപറമ്പത്തുനിന്ന് കുറച്ച് അങ്ങോട്ട് വെറുതെ വെള്ളത്തിലേക്കാണ് പറഞ്ഞു പോകും. അതിൽ കൂടുതൽ താറാവ് പറക്കൂല. പക്ഷെ ഇല്ല സാധനം ഉണ്ടല്ലോ, അത് പറക്കില്ല. അത് വാത്ത, ആ വലിപ്പമുള്ള സാധനമില്ലേ, അത് നമ്മളെ ഓടിച്ചിടും. അത് പറക്കില്ല. അതിനൊന്ന് പിടിക്കാൻ നോക്കൂ.
ആ നോക്ക്. നല്ല ഓട്ടോടും. കൂടുതലും ശരിക്കും കണ്ടില്ല, എന്റെ തലയെ കൊണ്ട് ഞാൻ വരും. വാത്തേനെ പിടിക്കാനുള്ള ഒരു ശ്രമമാണ് കേട്ടോ. നമുക്ക് നോക്കാം. മനസ്സിൽ തിരിഞ്ഞോടുമ്പോൾ വീഴാതെ ഓടണേ. അയ്യോ ശരിയാണല്ലോ. എടി ഇത് വേറെ ആളോട് വന്നു. അത് കുഞ്ഞുള്ളതുകൊണ്ടേട്ടോ, അത് ഉറപ്പായിട്ടും കൊത്തും. കുഞ്ഞുങ്ങളുണ്ട്. അല്ലല്ല, അതിന്റെ കുഞ്ഞുങ്ങള് ഇതിന്റെ കുഞ്ഞുങ്ങള്. വന്നടി. വെള്ളം ഇതാണ് ഓടിച്ചിട്ട് കിട്ടും. ഇത് എന്തോരം വെയിറ്റ് ഉണ്ടാവും അറിയാം. പുല്ല് കുറച്ചുണ്ടോ കുഞ്ഞാണെങ്കിലും. പുല്ല് തന്നെ വലുതും. മീനില്ലാഞ്ഞിട്ടല്ല, പക്ഷെ ആ മീൻ തിന്നാത്തതാ. ഇല്ലെന്നേ, നിങ്ങൾ തിന്നാത്ത. ഞാൻ കാണിച്ചു തരാം. പാമ്പ് പോലെ ഇരിക്കണ മീനുകളെ കാണിച്ചു തരാം. ആ അത് തിന്നാണ്ടാണ് അതിനൊക്കെയായിരിക്കും. കൈപ്പാമ്പുണ്ടാത്. നമ്മളാ കൈപ്പാമ്പ് ഇത് കടലിൽ ഇതൊക്കെ തിന്നും. കടൽപ്പാമ്പെന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. ചോരയുണ്ട്. അത് ചെളി മാത്രമേ ഇന്നുള്ളൂ സാധനം. കൈപ്പാമ്പ് വേറെ ഒന്നും തിന്നില്ല. മുറിച്ച ചോരയുള്ള കഴിക്കുന്നത്. ഇതിനാ സാധനങ്ങൾ തിന്നില്ല എന്ന് എനിക്ക് തോന്നട്ടാ. അതിവിടെ ഇങ്ങനെ ഉണ്ടാവാൻ വഴിയില്ല. അതൊക്കെ അത് കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ അവൻ തിന്നും. ഇതിന് വലിയ പാമ്പിനെ തിന്നും. അപ്പോൾ മറ്റൊരു സ്പോട്ടാണ് ഈ കാണുന്നത്. ഇതിൻ്റെ പേര് ജാപ്പനീസ് ഗാർഡൻ എന്നാണ് കേട്ടോ. ജാപ്പനീസ് ഗാർഡൻ. ഇപ്പോൾ ഈ ഇലകളൊക്കെ പൊഴിഞ്ഞു തുടങ്ങി. പക്ഷെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ചെറിയൊരു വെള്ളച്ചാട്ടവും അതുപോലെ ഈ മരങ്ങളൊക്കെ. അപ്പോൾ ഇല പൊഴിഞ്ഞു തുടങ്ങി. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കുറച്ച് മഴയുണ്ടായതുകൊണ്ട് കുറച്ചധികം ഇലകൾ താഴെ വീണു. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇത് നല്ല രസമാണ് കേട്ടോ. നല്ല രസമുള്ളൊരു കാഴ്ചയാണ് ഇവിടെ വരുമ്പോൾ ഈ കാണുന്ന ജാപ്പനീസ് ഗാർഡൻ. അടുത്തൊരു സ്പോട്ടാണ് കേട്ടോ ഈ കാണുന്ന ഓക്ലാൻഡ് സൂ. അതായത് ഓക്ലാൻഡിലെ മൃഗശാല.
ഇവിടെ നമുക്ക് ഒത്തിരി മൃഗങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഇവിടെ കയറാനുള്ള ചാർജ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ ഓക്ലാൻഡിലാണ് താമസിക്കുന്നു എന്നുള്ളതിൻ്റെ പ്രൂഫ് കാണിച്ചാൽ ചെറിയൊരു ഡിസ്കൗണ്ട് ഉണ്ട്. ഇതല്ല എങ്കിൽ നമുക്ക് ഒരു ചെറിയൊരു എമൗണ്ട് കൂടും ഇവിടേക്കുള്ള എൻട്രിക്ക്. അപ്പോൾ ഈ ഓക്ലാൻഡ് സൂ ഇതിനോട് ചുറ്റിപ്പറ്റിയാണ് ഞാൻ ഈ കാണിച്ച എല്ലാ സ്ഥലങ്ങളും. അപ്പോൾ നമുക്ക് ഒരു 1 ഡേ നമുക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റിയ അനേകം കാര്യങ്ങളാണ് ഈ ഓക്ലാൻഡ് ഈ സൂവിൻ്റെ അടുത്ത് വന്നാൽ നമുക്കുള്ളത്. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ വന്നോ. നല്ല രീതിയിൽ എൻജോയ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു കിടിലൻ സ്പോട്ടാണ് ഞാൻ ഈ കാണിച്ച എല്ലാ സ്ഥലങ്ങളും. അപ്പോൾ ഫോറസ്റ്റ് ഡയറി ഇവിടെ സൈനിങ് ഓഫ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.